ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിലെ ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, അതുപോലെ കീവേഡ്സ് ഇതെന്താണെന്നാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡേറ്റ ടൈപ്സ് എന്താണ്, അതുപോലെ വേരിയബിൾസ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ലിങ്ക് ആയി ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമ്മൾ എഴുതാണ്, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് C = A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? ഈക്വൽ ടു ഉണ്ട്, പ്ലസ് ഉണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? A+B എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും സം എടുക്കും അല്ലെ, എന്നിട്ട് അത് സിയിലേക്ക് അസൈൻ ചെയ്യും. അതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ച്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം സം ചെയ്യുന്നു, എന്നിട്ട് ആ വാല്യൂനെ സിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ രണ്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഓപ്പറേറ്ററും സിയിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ. ഈക്വൽ ടു ഓപ്പറേറ്ററിനെ നമ്മൾ പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, നമ്മളൊരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് പ്ലസ്. അതുപോലെ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഈക്വൽ ടു. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ്. മനസ്സിലായല്ലോ? ഈ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഏതിലാണോ യൂസ് ചെയ്യുന്നത്, ഏതിലാണോ നമ്മൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഓപ്പറാൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സിയും എയും ബിയും ആണ് നമ്മുടെ ഓപ്പറാൻസ്. ഈക്വൽ ടു പ്ലസും നമ്മുടെ ഓപ്പറേറ്റേഴ്സ്. ഇത് കൂടാതെ പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു. ഇത് കൂടാതെ നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സിനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണറി ഓപ്പറേറ്റർ ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഇപ്പൊ നമ്മൾ പറഞ്ഞു. പിന്നെ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, ടെർണറി ഓപ്പറേറ്റർ ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഇത്രയാണ് ഓപ്പറേറ്റേഴ്സിന്റെ പല കാറ്റഗറീസ്. ഓക്കെ, ഇതെന്തൊക്കെയാണെന്നതായി ഈ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് പ്ലസ് അല്ലെ മൈനസ് മൈനസ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്, പ്ലസ് എക്സ്പ്രഷൻ, മൈനസ് എക്സ്പ്രഷൻ, ഇങ്ങനത്തെയൊക്കെയാണ് യൂണറി. യൂണറിയുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ്. എക്ക് നമ്മൾ 10 കൊടുത്തു, എന്നിട്ട് ഈ എയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര വരും? 10 എന്ന് തന്നെ വരും. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ, 10 വരും. ഇത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പ്ലസ് പ്ലസ് എ എന്ന് കൊടുത്തു. ഇതിന്റെ മീനിങ് എന്താണ്? എയുടെ വാല്യൂ പ്ലസ് പ്ലസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യും. അതായത് ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A = A+1. അതായത് ഈ എയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തിട്ട് എയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് ഈ പ്ലസ് പ്ലസ് എയുടെ മീനിങ്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? 11 വരും. അപ്പോ ഞാനിത് റൺ ചെയ്യുമ്പോ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഓക്കെ, സേവ് ചെയ്തു. അപ്പൊ 11 വന്നു. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ തന്നെ ഞാനിവിടെ മൈനസ് മൈനസ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? A = A-1. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും. മനസ്സിലായല്ലോ? ഇതാണ് യൂണറി ഓപ്പറേറ്റർ. അപ്പോ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ് വിച്ച് പെർഫോം ഓപ്പറേഷൻ ഓൺ വൺ ഓർ മോർ ഓപ്പറാൻസ്. അതായത് ഒന്നോ അതിലധികമോ ഓപ്പറാൻസിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ എന്ന് പറയാൻ കാര്യം ഇവിടെ ഒരു ഓപ്പറാൻഡിലെ പെർഫോം ചെയ്തിട്ടുള്ളൂ, ഈ എയിൽ. മനസ്സിലായല്ലോ? ഇപ്പൊ A = നേരത്തെ ഞാൻ നമ്മുടെ എക്സാമ്പിൾ കാണിച്ചില്ലേ, അതായത് ഇൻഡ് C = A-B എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിപ്പോ ഈ മൈനസ് ഓപ്പറേഷൻ 2 എണ്ണത്തിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? 2 എണ്ണത്തിൽ. അപ്പോ 2 എണ്ണത്തിലും പെർഫോം ചെയ്യാം. ഒന്നിലധികമോ ഓപ്പറാൻസിൽ പെർഫോം ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നെന്നുള്ള കേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, യൂണറി ഓപ്പറേറ്റർ. മനസ്സിലായല്ലോ? ഇതിപ്പോ ഓരോ ഓപ്പറാൻഡിലല്ലേ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ഇൻറ്റു, ഡിവൈഡഡ്, അതൊക്കെ. ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്, റിലേഷണൽ ഉണ്ട്. ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യില്ല നമ്പറിനെ, എന്നിട്ട് അതിനെ ഒരു ബിറ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു, ഒരു ബിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. റിലേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈക്വാലിറ്റി സിമ്പിൾ, ഇതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ബിറ്റ് വൈസ് എന്ന് പറയുമ്പം ആൻഡ്, ഓർ, നോട്ട്, ഇതൊക്കെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ആൻഡ്, ഓർ, പിന്നെ ഇതൊക്കെയാണ് ലോജിക്കൽ. ടെർണറി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു കോളൻ, ഇത് കണ്ടോ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ
നമ്മൾ സാധാരണ എങ്ങനെയാണ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഇന്നത് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരെണ്ണം റിട്ടേൺ ചെയ്യുക, ശരിയല്ലേ? അപ്പൊ അതിന് പകരം ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ ഇത് കളയാണ്, എന്നിട്ട് ഇവിടെ ഞാൻ ഒരു വാല്യൂ കൂടെ കൊടുക്കുകയാണ്, ബി ഈക്വൽ ടു 3. ഇനി നിങ്ങളോട് പറയാണ് എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? എ ലെസ് ദാൻ ബി ആണോ എന്നൊരു കണ്ടീഷനിൽ ചെക്ക് ചെയ്യും, ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ഒരു എൽസ് ബ്ലോക്കിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യും, ശരിയല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്ര എഴുതാതെ ഇപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, എന്തെങ്കിലും റിട്ടേൺ ചെയ്യാൻ കൊടുക്കുക. ഇപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ബി റിട്ടേൺ ചെയ്യുക. ഇങ്ങനെ ഒറ്റ ലൈനിൽ എഴുതാം, മനസ്സിലായല്ലോ? എ ലെസ് ദാൻ ബി ആണെങ്കിൽ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക്. ആണെങ്കിൽ എ, എൽസ് അതായത് ഇത് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ബി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ടെർണറി ഓപ്പറേറ്റർ. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈക്വൽ ടു കൂടാതെ ഇത്രയും അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. മനസ്സിലായല്ലോ? പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഇതെല്ലാം അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളായിരിക്കും. പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? എ പ്ലസ് ഈക്വൽ ടു 4 എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മീനിങ് എ ഈക്വൽ ടു എ പ്ലസ് 4 എന്നാണ്. അപ്പൊ എന്ത് വരും? ഈ എയുടെ വാല്യൂ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോ എ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോ 10 പ്ലസ് 4 എന്ന് വരും 40. കണ്ടോ? അതാണ് പ്ലസ് ഈക്വൽ ടു. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് പാർട്ട്. ഓപ്പറേറ്റേഴ്സ് പാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിംബൽസ് വിച്ച് പെർഫോം ഓപ്പറേഷൻ ഓൺ വൺ ഓർ മോർ ഓപ്പറൻസ്. ഒന്നോ അതിലധികം ഓപ്പറൻസിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സ്പെഷ്യൽ സിംബൽസ് ആണ് ഓപ്പറേറ്റർ. എന്തിലാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? അതാണ് ഓപ്പറൻസ്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെയാണ് അതിന്റെ കാറ്റഗറീസ്. അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞു. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം, ലിറ്ററൽസ്. ലിറ്ററൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് വാല്യൂ അസൈൻ ടു എ വേരിയബിൾ ആണ് ലിറ്ററൽ. നമ്മൾ ഒരു വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യുന്ന വാല്യൂരാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻഡ് എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് ആണ്. ശരിയല്ലേ? എന്റെ ഡേറ്റ ടൈപ്സ് എന്നുള്ള വീഡിയോയിൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് ആണ്. അതിനുശേഷം എഴുതുന്നതാണ് വേരിയബിൾ. ഇതിനകത്ത് എ ആണ് വേരിയബിൾ. ഇതിനകത്തോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ ഈക്വൽ ടു നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്ററിന് ശേഷം എന്ത് വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. അതായത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ ലിറ്ററൽ. മനസ്സിലായല്ലോ? ലിറ്ററൽസിനെ കുറിച്ച് അധികം ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു, ലിറ്ററൽസ് കഴിഞ്ഞു. ഇനി കീവേഡ്സ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് വേർഡ് വിത്ത് സ്പെഷ്യൽ മീനിങ്. അതായത് ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഇപ്പോൾ ചില സർട്ടൺ വേർഡ്സ് അതിനൊരു പ്രീ ഡിഫൈൻഡ് മീനിങ് ആണ്. ഏത് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചാലും അല്ലെ? അപ്പൊ അതിനൊക്കെ നമ്മൾ കീവേഡ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം, ഇപ്പൊ നിങ്ങൾ ഒരു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ ചാവൽ എന്ന് പറയും. ആ ചാവൽ എന്ന് പറയുന്നത് കീവേഡാണ്. ചോറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീവേഡാണ് ചാവൽ. ശരിയല്ലേ? ഹിന്ദിയിൽ. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ മീനിങ് ഉള്ള ഒരു പ്രീഡിഫൈൻഡ് സെറ്റ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ജാവയിൽ ശരിക്കും 50 കീവേഡ്സ് ഉണ്ട്. ഈ ഇമേജിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ളത് 48 എണ്ണമാണ്. ഇത് കൂടാതെ 2 എണ്ണവും കൂടി ഉണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജാവയിലെ കീവേഡ്സ് എന്ന് പറയുന്നത്. 48 കീവേഡ്സ് കൂടാതെ തന്നെ വേറെ 2 കീവേഡ്സും ഉണ്ട്. ടോട്ടൽ 50 കീവേഡ്സ് എന്നുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോ ടു എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡും ഉണ്ട്. ഓക്കെ, ഈ 2 കീവേഡ്സ് റിസർവ്ഡ് കീവേഡ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ടോട്ടൽ ജാവയിൽ എത്ര കീവേഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 50. നമ്മൾ ഈ PPT-യിൽ കണ്ട 48 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗോട്ടും കോൺസ്റ്റും റിസർവ്ഡ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അത് കൂടാതെ തന്നെ വേറെ 3 ലിറ്ററൽസും ഉണ്ട്. അതായത് ട്രൂ. അപ്പൊ നിങ്ങളിതാ ഈ കാണുന്ന സെറ്റിനകത്ത് ട്രൂവും ഫോൾസും നള്ളും ഇല്ല. കണ്ടോ? ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ട്രൂ ഇല്ല, ഫോൾസ് ഇല്ല, നള്ളില്ല. അതിന് നമ്മൾ പറയുന്നത് ലിറ്ററൽ എന്നാണ്. ഓക്കെ, ട്രൂ, ഫോൾസ്,
നള്ള്. ഈ ലിറ്ററൽ, ഇത് ലിറ്ററൽ ആണ്. പിന്നെ ഇതെന്താണ്? റിസർവ്ഡ് കീവേഡ്സ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ഇതിനൊരു കളർ വ്യത്യാസം കാണും. അപ്പൊ നമ്മൾ ഗോ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക, നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നോർമലായിട്ട് എഴുതുന്നതെല്ലാം വേറൊരു കളറിലാണ് വരിക. അതൊരു കീവേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പർട്ടിക്കുലർ കളറിലായിരിക്കും വരുന്നത്. അതുപോലെ നമ്മൾ കോൺസ്റ്റ് കൊടുത്താലും ആ ഒരു കളറിലായിരിക്കും വരുന്നത്. ഇപ്പൊ ഇത് മൂന്നും പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ 50 കീവേഡ്സ്, അതായത് നമ്മൾ ഈ PPT-യിൽ കണ്ട ഈ 48 എണ്ണവും നമ്മുടെ റിസർവ്ഡ് ആയിട്ടുള്ള ഈ 2 എണ്ണവും പിന്നെ നമ്മുടെ ഈ 3 ലിറ്ററൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഇന്റ് എഴുതിയിട്ട് ഈ പറയുന്ന കീവേഡ് ഒന്നും നമുക്കൊരു പേരായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ അബ്സ്ട്രാക്ട് എടുത്തിട്ട് നമുക്കൊരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇന്റ് അബ്സ്ട്രാക്ട് ഈക്വൽ ടു 10 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതൊരു കീവേഡ് ആണ്. മനസ്സിലായല്ലോ? അതുപോലെ ഇതിനകത്തെ തന്നെ നമ്മൾ റിസർവ്ഡ് കീവേഡ്സിലെ തന്നെ സ്ട്രിങ് ഗോ ടു ഈക്വൽ ടു എ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇത് എററാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ട്രൂവും ഫോൾസും നമുക്ക് ഒരിക്കലും ഒരു വേരിയബിളിന്റെ പേരായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോ കൊടുക്കുകയാണ് പബ്ലിക് ട്രൂ ഈക്വൽ ടു 9 ഇങ്ങനെയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്നും നമുക്ക് ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐഡന്റിഫയേഴ്സ് എന്താണെന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.